ഹായ് ഗൈസ്, വ്ലോഗ് പിടിക്കുവാണ് ഗൈസ്. എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നുണ്ട് എന്ന് തോന്നിയാണ്. പക്ഷെ ആരും നോക്കുന്നില്ല. എനിക്ക് കാണുന്നത് മ്യൂസിയം. ഒരുപാട് ചിത്രീകരിക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ. കാരണം പണ്ടത്തെ പോലല്ല, എല്ലാവർക്കും പ്രൈവസി ഇഷ്യൂ ആണ്. അവളെ കഴിവാത്ത ബാഗും മുടി മുഖത്തിൻ്റെ സൈഡും. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ശരിക്കും ഏതു ഇവിടുന്ന് നെയ്ച്ചോറ് തിന്നിട്ട് വീണ്ടും പാളയത്ത് വണ്ടി കയറിയിട്ട് 2 ജംഗ്ഷനിൽ ഇറങ്ങി. പിന്നെ ഓട്ടോ വിളിച്ച് 1 ജംഗ്ഷനിലെത്തി. അവസാനം കേറിങ്ങേട്ടത്തി. ഇവന്റെ ഫോൺ കാണുന്നില്ല. ഇല്ല, മേതുവിന്റെ ഫോൺ കണ്ടുപിടി. മേതുവിന്റെ ഫോൺ കണ്ടുപിടിച്ച് ഗൈസ്. പിന്നെ നമ്മുടെ ജ്വല്ലറി പേജ് രൂപത്തിൻ്റെ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്ന സീനാണ് ഈ കാണുന്നത്. 1000 റേഞ്ചിലൊക്കെയാണ് നമ്മൾ സിംഗിൾ ബാംഗിൾസ് ഒക്കെ മേടിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു 320 ഗൈസ്. നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ പോവാണ്. ഇതിനെ കൊണ്ടുള്ള എൻ്റെ ആവശ്യം ഞാൻ കഴിഞ്ഞു. 2 ജിമ്മൊക്കെ 4 ഫോട്ടോ എടുത്ത് അതിനെ കൊള്ളാവും. അതിന് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു. ബൊട്ടിക്ക് ഏതോ ജ്വല്ലറി ഏതെന്ന് അറിയത്തില്ല ഗൈസ്. മ്യൂസിയത്തിൽ നമ്മുടെ സ്ഥിരം സ്പോട്ടായിട്ടുള്ള ഒരു ചായക്കടയാണ് ഇത്. ഇത് ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ പെണ്ണ് കാണാൻ വരുന്ന പോലൊക്കെ വന്നു. ചായകുടി ബിസിനസ്, ചായകുടി വ്ളോഗ് തുടങ്ങിയാലും രക്ഷപ്പെടും. ഇതൊരു ചായ പ്രോയാണ്. അഭ്യർത്ഥന പ്രകാരം ഞാൻ എന്നെ കുറച്ച് കാണിക്കുകയാണ്. അവളെ മാത്രം കാണിച്ച ആൾക്കാർ എന്നെ മറന്നു പോകുന്നു. ഇതൊക്കെ നമ്മുടെ രൂപത്തിലുള്ള കമ്മലുകളാണ്. മാല. സോ പർച്ചേസ് ഗൈസ്. ജീവിതത്തിൽ സ്വകാര്യത ഉണ്ടെങ്കിൽ വ്ളോഗിങ് നടക്കില്ല. ഇല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കഴിവ് വേണം, വല്ല മേക്കപ്പിനെ കുറിച്ച്. ഇതൊന്നും ആകെ മൂഡ് ഔട്ടിലാണ് ഗൈസ്. അലഞ്ഞു ഓടുക. പഴമരി കൊള്ളാം, കുഴപ്പമില്ല. നിറയെ എണ്ണയുണ്ട്. കാപ്പി കൊള്ളാം, സൂപ്പർ. ചായ കൊള്ളാം, സൂപ്പർ. അത് സൂവിൻ്റെ കവാടവാതിൽ തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ അറിയാം, അല്ലാത്തവർക്ക്. പിന്നെ കുറച്ച് ഈവനിങ് വാക്സ് ഒക്കെ നടത്തി. നല്ല രസമാണ് അതിലൂടെ ഇങ്ങനെ വൈകിട്ട് നടക്കാനൊക്കെ. അതാണ് എക്സിറ്റ്. മേതു ആ ബസ്സിൽ കയറി പോയി. ഞാനും അടുത്ത ബസ്സിൽ കയറി പോകാൻ പോകുന്നു.